സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇവിടെ പോർക്കളത്തിലത്തെ, നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം. നിൽക്കും നഗരം ഇവിടെ പോർക്കളത്തിലത്തെ, നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു, കാഠിന്യമാ ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ. നാടുവിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു, കാഠിന്യമാ ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ. കൂടിയൊന്നായി വാഴാൻ വന്ദിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. കൂടിയൊന്നായി വാഴാൻ വന്ദിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം
വസിക്കും പ്രിയരേ. നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളെ. അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ
പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. മനുഷ്യന്റെ ജീവിതകാലം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം.
കളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ നാഥന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ നാഥന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽക്കാലമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽക്കാലമതിനെ
സൗഭാഗ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ. കരുതിയുള്ള സ്വാമികളെ നാമിനെ വിളിക്കുകയും സങ്കല്പങ്ങളും ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാക്കാലുകളുടെ ദാസനെ ആശിപ്പിക്കണമേ. ജീവജീവനത്തിനാഭനം യാമുദ്രവശാനുമായി സർവ്വശിവം എല്ലാവരും പ്രകടിക്കും നാളിൽ ആയുമ്പോൾ കരുണയോടെ ഞങ്ങളുടെ ജീവിതത്തിലാകുന്നു അനുവാദ പ്രത്യാശയാകുന്നു.
ഇവരുടെ മനസ്സിനാഥനും പിതാമുതൽ ലക്ഷ്മണമായ സർവ്വസ്ന എന്നേറ്റം അസ്ഥിരമല്ലോ ഇടികാശരണം പോൽ എല്ലാമെല്ലാം മാഞ്ഞറിയുന്നു അസ്ഥിരമല്ലോ മനുഷ്യനെ ഉയർത്തിക്കുന്നവനെ പാവങ്ങൾക്ക് നീരുമായി മഹാസനം പിതാമുതലും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ പരിപാലിക്കണമേ ഉദ്ധാനം പ്രദേശം മരണമതിരെ മുതുകിയോടുകൂടി വിരക്ഷിക്കണമേ ജീവജീവനാഥനും പിതാമുതൽ പരിശുദ്ധാത്മാവുമായ സർവ്വജ്ഞാനത്തിന്റെ മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ അഭേദ്യമായ നിരക്ഷനെ മരണമേലോകത്തുനിന്നവർ വരുന്നുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീ നന്നാലെ സത്യമുള്ളവരിലേക്ക് നയിക്കുവാൻ മാനമേഖലി മഹത്വത്തോടുകൂടി അഹമ്മദിനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം അർത്ഥവത്തിലില്ലാത്തതുമായ നിത്യാനുസരിച്ച് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിരശിരോടുകൂടെ സന്തോഷത്തോടെ നിന്ന് പാടിപ്പുറത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൽ ചേർത്താൻ ഈ ആത്മാവിന്റെ കറകളുകളെ വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്ര. കാണാം അവിടെ പിരിയാ
ഇപ്പോൾ കാണാം അവിടെ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാം. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാം. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ
നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു പ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ കർത്താവേ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിറയതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവലംബങ്ങൾ പാടും മൃതരാന്തരുടെ പാപങ്ങൾ മാറ്റാനേ മാമോദീസ വഴിയേ സുഖരാണവർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാലപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമി പാപങ്ങൾ നിരയായി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമീൻ. കർത്താവേ അനുഗ്രഹിക്കണമേ.
വദനമോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ോരവികലമോഹം നുകരാൻ മൃഗരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. വിളിക്കുന്നു മരിച്ചവരെ വിളിക്കുന്നവരെ നാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ പാപമോചനം നിന്റെ പക്കൽ നാകുന്നുവല്ലോ. പ്രതീക്ഷവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കരുണയുള്ളവരാകുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിളിക്കുന്നു മരിച്ചവരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആർത്തനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകപ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കബറിടങ്ങൾ നേർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വർദ്ധിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുദപിക്കുന്ന പാപികളും സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പന്നീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരിക ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി.
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രഭാവത്തിൽ ഉൾപ്പെടുത്തണമേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്കുന്നതിനാവുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കാറ്റടിക്കുമ്പോൾ മഴ പോവുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആപത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങളിൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ എന്നാലെ ആശ്രയം. എല്ലാത്തിനും നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സുദർശനമാകുന്നു. ആദിപിതാവാമാകത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. ഭക്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണക ജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. തുടരുന്നു ക്ഷയമുള്ളോരം ക്ഷയതാരും
മർത്യതയേവം സകലേശം നിതരാം രോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നവനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ ഗ്രഹിക്കുമാമീ മഹിമയോടന്തിമവിധിവാനും കർത്താവീനി അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരും സുബലമാകി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമപരിവേഷം. എന്നെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടായെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടും കൂടെ വന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്തത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായതിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്ഥാന വഴിയെ മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിദ്യാഭ്യാസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ കബറിടത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൽ പ്രത്യാശയാവുന്നു. ജീവന്റെ മരണത്തെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിന് കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഉടനെ തന്നെ വിനോദയാത്രയാണ്. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വീട് വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ, സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം.
അവിടെ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ
പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പ്രാർത്ഥനാപൂർവ്വം യാത്രയാവുകയാണ്. ഏവർക്കും പ്രിയപ്പെട്ട വേർപാടിന്റെ അനുശോചനം ഭാര്യയായ അഡ്മിനിസ്ട്രേറ്റീവും പ്രിയപ്പെട്ട മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്. കൊടകുത്തി നടക്കുന്ന അപ്പച്ചൻ അല്ലെങ്കിൽ പാണ്ഡിത്ത് നടക്കുന്ന അപ്പച്ചൻ എന്ന ഓമന പേരിലാണ് ഈ കരിമുന്നവൻ എന്ന കൊച്ചു ഗ്രാമത്തില് ജോസഫ് ചേട്ടൻ അറിയപ്പെടുന്നത്. നാം ഏതൊരു കടന്നു പോകേണ്ട ഒരു നിമിഷത്തിലൂടെ നമുക്ക് മുമ്പേ കടന്നുപോയി തനിക്ക് ദൈവമൊരുക്കിയ വാസസ്ഥലം സ്വന്തമാക്കാൻ ജോസഫ് ചേട്ടൻ യാത്രയാകുമ്പോൾ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് കൈകൾ കൂപ്പി മൗനമായി നമ്മളോട് അവിടെ യാചിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ഒരു പ്രാർത്ഥനാ യോഗം ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജോസഫ് ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഭാര്യയും ദൈവം നൽകിയ 2 മക്കളും അടങ്ങുന്ന ആ കൊച്ചു കുടുംബത്തെ കുറിച്ചുള്ള മനോഹരമായ സ്വപ്നം പൂർത്തീകരിക്കുവാൻ ജോസഫ് ചേട്ടന്റെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ സ്വപ്നം മറന്നുപോയ നിമിഷങ്ങളെ ആ സ്വപ്നങ്ങളെ തിരിച്ചടിച്ചുകൊണ്ട് ചെയ്തുപോയ പ്രവർത്തനങ്ങളോടെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യം ജോസഫ് ചേട്ടന് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ യേശുവിനോട് പ്രാർത്ഥിക്കാം. താനായിരിക്കുന്ന കൂടാരയോഗത്തിന്റെ പ്രസിഡന്റായി തന്റെ വാർദ്ധക്യത്തിനും തന്റെ ഇടവക ജനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി വളർത്തുവാൻ ഇടവകയുടെ പ്രവർത്തനം നമ്മുടെ ഇടവകയിൽ മനോഹരമായി കൊണ്ടുപോകുവാൻ ബഹുമാനപ്പെട്ട ജോസഫ് ചേട്ടൻ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ച വ്യക്തിത്വമാണ്. പരിശോധനയായിരുന്നപ്പോൾ ഒരു മീറ്റിംഗ് മുടങ്ങാതെ വികാരത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനും ഇടവകയുടെ വാർഡിലെ അംഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനും ജോസഫ് ചേട്ടന് സാധിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. കേരളത്തിനകത്തും പുറത്തും ഒരു പട്ടണത്തിന്റെയും ഗ്രാമത്തിന്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ടും ഗ്രാമത്തിന്റെ നന്മ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിന് ഇടം നേടുവാൻ ജോസഫ് ചേട്ടന് സാധിച്ചു. കൊച്ചുമക്കളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തിരുമാനസത്യത്തിന്റെ പാട്ടുമത്സരത്തിനും പ്രസംഗമൊക്കെ വരുമ്പോൾ കൊച്ചുമക്കളെ കൈ പിടിച്ചുകൊണ്ട് മത്സരവേദിയിലേക്ക് കയറ്റിവിടുകയും തന്റെ കൊച്ചുമക്കളെ യേശുവിന്റെ പ്രാർത്ഥനയും യേശുവിന്റെ പ്രസംഗമൊക്കെ ആലപിക്കുമ്പോൾ ഒരു മുത്തച്ഛന്റെ നിറഞ്ഞ കണ്ണുകളോടെ ആസ്വദിക്കാൻ കഴിയുന്ന നന്മ കൊച്ചുമക്കൾക്ക് വിതറിയ ഒരു മുത്തച്ഛനായിരുന്നു ജോസഫ് ചേട്ടൻ. പലപ്പോഴും കുടുംബത്തിന് അതിഥിയായിരുന്നപ്പോൾ ഇവിടെ ഒരു മുത്തച്ഛനായിരുന്നപ്പോൾ പാരിഷ് കൗൺസിൽ എന്ന അംഗമെന്ന നിലയിൽ ജോസഫ് ചേട്ടനുള്ള ആത്മാർത്ഥമായ ബന്ധമാണ് ഈ കുടുംബത്തെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആര് ചോദിച്ചാലും കൈയയച്ച് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ജോസഫ് ചേട്ടൻ. യാചിക്കുന്ന വ്യക്തിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈ അയച്ച് സഹായിക്കുന്നതിന് യാതൊരു നിമിഷവും തന്റെ ജീവിതത്തിൽ പുലർത്തിയില്ല. നമ്മുടെ ഇടവകയിലെ എല്ലാ
പ്രിയപ്പെട്ട അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് തന്റെ ഭർത്താവായ ജോസഫിയുടെ വേർപാട്. എപ്പോഴും ഇണകളെ പോലെ കൂടുതൽ നമ്മുടെ സാന്നിധ്യം, തന്റെ വേദനയിലും തലശ്ശയിലും രോഗാവസ്ഥയിലും തന്റെ രോഗങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രത്യേകിച്ച് പ്രിയതമയെ ആശ്വസിപ്പിച്ച സ്നേഹം നിറഞ്ഞ ഒരു ഭർത്താവ്. ആ ഭർത്താവിന്റെ തണൽ നഷ്ടപ്പെടുമ്പോൾ, ഒരു ചിറകരിഞ്ഞ അനുഭവം ഉണ്ടാകുമ്പോൾ, സ്വർഗത്തിലേക്ക് ശുശ്രൂഷിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ യാത്രയാക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ഭാര്യയുടെ ധന്യത ഈ നിമിഷം അനുഭവിക്കുവാൻ അനുവദിച്ചെഴുതിക്ക് സാധിക്കണം. ജോസഫിനെ എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിരുന്നതാണ് തന്റെ 2 ആൺമക്കൾ. നമുക്കറിയാം, സുവിശേഷത്തിന് 2 ആൺമക്കളുള്ള ഒരു കുടുംബത്തെ യേശു പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 2 ആൺമക്കളുടെ കുടുംബത്തിന് യേശു കൊടുത്ത തലക്കെട്ട് ദൂർത്തപുത്രന്റെ ഉപമ എന്നായിരുന്നു. എന്നാൽ ദൈവം നൽകിയ 2 മക്കളടങ്ങിയ ജോസഫിനെ നയിച്ച കുടുംബത്തിന് സ്നേഹമുള്ള ഒരു പിതാവിന്റെ കുടുംബം. പട്ടണത്തിന്റെയും നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും മധ്യേ മക്കളെ നന്മ നഷ്ടപ്പെടാതെ ഒരു കവചമായിരുന്ന പിതാവ്. അതായത് മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹ സാന്നിധ്യവും മക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം ഈ പിതാവിന് നൽകുവാനും അവർക്ക് സാധിച്ചത്. ഈ നല്ലൊരു പിതാവിനെ നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് യഹോവയുടെ സ്വർഗ്ഗത്തിലേക്ക് യാത്രയാക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അപ്രതീക്ഷിതമായ മരണത്തിലൂടെ ജോസഫിയെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെ കടന്നു പോകേണ്ട ഒരു ജീവിതമാണ്. ഏത് നിമിഷവും തലമുറക്കി ദൈവമെന്നെ വിളിക്കാൻ ഓടിയെത്തുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവന്റെ വെളിയിലേക്ക് നടന്നെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. ഈ അവരുടെ വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നല്ല ഇടവേല മകനെ, നല്ല ഒരു കുടുംബനാഥനെ, നല്ല ഒരു പിതാവിനെ നഷ്ടപ്പെട്ടതിന്റെ അനുശോചനം ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിന്റെയും വിശ്വാസ സമൂഹത്തിന്റെ പേരില് ഈ കുടുംബത്തോട് നേരിട്ടോടൊപ്പം തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഈ നല്ല പിതാവിനെ നന്ദിയോടെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ദൈവമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവരെ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആയിരം ജീവനം ശരണവും ശബ്ദമുയർത്തുമ്പോൾ കല്ലറവേലും സമാധാനം സത്യവിശ്വാസത്തിലോ വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ
ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ കൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവമേയുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കിടത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷിക്കുകയും ചെയ്യണമേ. പ്രധാന പ്രദേശിച്ചു കഴിയണമേ എന്റെ ആകാശത്തിന്റെ ഭൂമിയുടെ ജ്ഞാനമാകുന്നു. ജീവിതയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പ്രദേശത്താലുമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. നല്ലത് ശരിയാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളിൽ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ മകളെ ഞാൻ എന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ മോചിപ്പിക്കുകയും മറ്റു മുനാശകളാൽ എന്റെ ആത്മാവിൽ കൃപാദനം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് മോക്ഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ ശിക്ഷിക്കുകയാക്കി മനുഷ്യരാക്കി ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പോലെ പുൽക്കൊടി പോലെ ജീവിത നിലയിൽ ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു അതിനെ കഴിയുക. ഞാൻ വലിയേക്കാൾ നന്മയുള്ളവനാകും. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയെയും ആദിവരേക്കുമാകെ
ഈശാനിപടിയാകുന്നു വഴിയിലേക്ക് മടങ്ങുന്ന അകഞ്ചല സമയത്തിലെ നാഥനായ ദൈവത്തിനെ ഉയർത്തിട്ട് മഹത്വത്തോടെ അവസാനത്തെ ഈ സ്വീകരിച്ചവരാന്തരം അച്ഛന ദൈവത്തിനാണ് സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവുമായി ഈശാനിപടിയാകുന്നു വഴിയിലേക്ക് മടങ്ങുന്ന വാക്കുകളല്ല. സഭയുടെ നാട്ടിൽ ചേർക്കണം ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ീരുന്നു ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ പരിശുദ്ധം നിത്യവാക്യം പരിശുദ്ധം ഭാവിക്ക് പുറമെ കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകി കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ.
കണ്ടുകൊണ്ടിരിക്കുന്നു. പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതിയെ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവനായകമായി ആശ്വസമഗ്നീയമായി നീതിവിധിയുടെ ദിവസത്തിൽ നിലനാശമയെ വിളിക്കുകയും നിന്റെ മനസ്സമാകത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവിതയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ആഹ്വാനം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രദേശിച്ച് മരണമുള്ളവരെ ഒഴിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ അഭിമാനത്തെ ജീവനപ്രകാശമായ അവസ്ഥയിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കാനാകട്ടെ. ചെയ്തത്തെ അനുഭവിക്കുകയും ഈ മനസ്സുകാരെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കുവാനാകട്ടെ. അവന്റെ പ്രവർത്തനങ്ങളെ വർദ്ധിക്കുകയും അവന്റെ കാര്യങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശക്തങ്ങളിൽ കുടുംബാംഗങ്ങളിലേക്കുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും കാശ് വിധിക്കുന്നത് ശേഷം ദേവാലയത്തിലേക്ക് പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ.
കരയും നേരം മാനസമിരുളി താഴരുതേ. പ്രിയരേ ഓർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. കാൽവരിമേലെ സ്വയബലിയായ നിറയും മിഴിനീർ നീക്കിയിടും. കാൽവരിമേലെ സ്വയബലിയായ നിറയും മിഴിനീർ നീക്കിയിടും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും. നിത്യമന്ദിരത്തിൽ ഞാൻ അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ.